വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂവാണ് നമ്മളിവിടെ ഈ പത്രസമ്മേളനത്തിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സമസ്തകളുടെ ജമിയത്തുലമ വളരെ സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യുന്ന ഓരോ വിഷയങ്ങളും യാതൊരു പാളിച്ചയും വരാതെ ജനോപകാരപ്രദമായ രീതിയിലും ജനാധിപത്യ രീതിയിലുമാണ് ഇതുവരെ ഈ സമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വന്നപ്പോൾ ശ്രദ്ധേയമായി ഈ കാര്യം ജനങ്ങളെ അറിയിക്കാൻ ഒരു സമിതി രൂപപ്പെടുത്തി ആ സമിതിയുടെ കീഴിൽ ചില പരിപാടികൾ ആവിഷ്കരിച്ചത് നിങ്ങളോട് വിശദീകരിക്കാനാണ് യോഗം വിളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലം കേന്ദ്രം 2019 ജനുവരി 8-ന് 103-ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് എക്കണോമിക്കലി വീക്കർ സെഷന് EWSന് 10% സംവരണം ഏർപ്പെടുത്തി. തത്വത്തിൽ ഇത് നമ്മുടെ ഭരണഘടനാ അടിസ്ഥാന ഘടകത്തിന് എതിരാണ്. പക്ഷേ അത് കോടതി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. കോടതിയിൽ കേസുള്ളത് കൊണ്ട് അതേക്കുറിച്ച് നമ്മളിപ്പോൾ പരാമർശിക്കുന്നില്ല. 2020 ഒക്ടോബർ 21-ന് കേരള ഗവൺമെൻറ് ഇത് ക്യാബിനറ്റ് തീരുമാനം പ്രഖ്യാപിച്ചു. അതിൻ്റെ നടപടിക്രമങ്ങൾ ഗസറ്റിലൂടെ സമൂഹത്തെ അറിയിച്ചു. ഈ പശ്ചാത്തലത്തിൽ സംവരണീയരെ ഇത് ബാധിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞതും ഗവൺമെൻറ് സമൂഹത്തെ അറിയിച്ചതും. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടത് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അനിവാര്യമായി വന്നു. ആദ്യമേ പറയട്ടെ, ഈ സമരം അല്ലെങ്കിൽ നീക്കം ഒരിക്കലും സവർണർക്കെതിരല്ല, ദരിദ്രർക്കും എതിരല്ല. ഇതൊരു കമ്മ്യൂണൽ പ്രശ്നവുമല്ല. ഇത് കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന ഒരു സാമുദായിക പ്രശ്നം എന്ന രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ കാരണം സമത്വയുടെ ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം സമുദായത്തിൻ്റെ മതപരവും സാമുദായികവുമായ അവകാശ അധികാരങ്ങൾ സംരക്ഷിക്കൽ സമത്വയുടെ ലക്ഷ്യമാണ് എന്ന്. ആ പശ്ചാത്തലത്തിലാണ് ഞങ്ങളിത് മുന്നോട്ട് വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു സംവരണം EWSന് കൊടുത്തതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല, അവർക്ക് ക്ഷേമപ്രവർത്തനം നടത്തുന്നതിന് എതിർപ്പില്ല എന്ന് പറയുന്നതോടൊപ്പം സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, സംവരണ സമുദായത്തെ ബാധിക്കില്ല എന്ന് പറഞ്ഞത് പാലിക്കപ്പെട്ടില്ല. അതിന്റെ തെളിവ് ഒന്ന്, ഹയർ സെക്കൻഡറി അഡ്മിഷൻ ആകെ സീറ്റ് 1,62,815. ഇതിൽ സർക്കാർ സംവരണം എന്ന് പറയുന്ന OBCക്ക് 28%, SC STക്ക് 20%, ടോട്ടൽ 48% റിസർവേഷൻ, ബാക്കി 52% ജനറൽ കോട്ട. ഈ ജനറൽ നിന്നാണ് 10% നൽകേണ്ടത് എന്നാണ് ഇത് സംബന്ധമായ നിയമം പരാമർശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ആകെ 1,62,815 നിന്ന് 52% എന്ന് പറഞ്ഞാൽ 84,664. 84,664 നിന്ന് 10% കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ 8,466 സീറ്റാണ് EWSന് കൊടുക്കേണ്ടത്. ഇപ്പോൾ വന്ന പുതിയ സംവരണം കൃത്യമായി നിങ്ങൾക്കൊക്കെ ഈ കാര്യം കണക്കൂട്ടിയാൽ അറിയാൻ പറ്റും. പക്ഷെ കൊടുത്തത് 16,711. ഇത് ആകെ സീറ്റിന്റെ 10%-ത്തേക്കാൾ കൂടിപ്പോയി. ആകെ സീറ്റിന്റെ 10%-ത്തേക്കാൾ 430 സീറ്റ് അത് കൂടുതലാണ്. അപ്പോഴാണ് വിവാദമുണ്ടായത്. അപ്പോഴാണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്ന് പറഞ്ഞത്. മൊത്തം സീറ്റിന്റെ 52%-ന്റെ 10% നൽകിയാൽ 8,466 സീറ്റ് നൽകാം. അവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവർക്ക് നൽകിയത് അതിനേക്കാൾ കൂടുതലാണ്. ആ ഭാഗം ഇരിക്കട്ടെ. സാമുദായികമായ ഒരു സന്തുലിതാവസ്ഥ എല്ലാ വിഷയത്തിലും അനിവാര്യമാണല്ലോ. ഈഴവർക്ക് 8% സീറ്റാണ് കൊടുത്തത്, 13,002 സീറ്റ്. മുസ്ലിങ്ങൾക്ക് 7% കൊടുത്തപ്പോൾ 11,313 സീറ്റ്. മറ്റു പിന്നോക്ക ഹിന്ദുക്കൾക്ക് 4,885 സീറ്റ് 3% കൊടുത്തു. പക്ഷെ EWSന് കൊടുത്തത് 16,711. അവർക്ക് 10% തികച്ചു കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ പിന്നോക്കക്കാർക്ക് നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഗണിച്ചു നോക്കാൻ നിങ്ങളെപ്പോലുള്ള പ്രഗത്ഭരായ പത്രപ്രതിനിധികൾക്ക് കൃത്യമായി അറിയാമല്ലോ. ഒന്നുകൂടി വിശദീകരിക്കട്ടെ. 26% വരുന്ന മുസ്ലിമിന് 11,313 സീറ്റ്, അതായത് 7%. 23% വരുന്ന ഈഴവന് 13,002 സീറ്റ്, അഥവാ 8%. 20% വരുന്ന മുന്നോക്കക്കാർക്ക് 16,711 സീറ്റ്, 10%-ലും കൂടുതൽ കണക്ക് കൂട്ടിയാൽ എങ്ങനെ വന്നു എന്ന് പഠിക്കണം. അതേക്കുറിച്ച് തീർച്ചയായും പിന്നോക്കക്കാരുടെ ആശങ്ക അകറ്റണമെന്ന് മാത്രമല്ല, തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുകയല്ല, കൃത്യമായി അതിന് മാനദണ്ഡം കൊണ്ടുവരണം. തെറ്റ് തിരുത്തുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് മതിയാവില്ലല്ലോ. ഇനി തെറ്റ് തിരുത്തുമെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രമല്ല തെറ്റ് പറ്റിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൽ സർക്കാർ 10 മെഡിക്കൽ കോളേജിൽ MBBSന്റെ സീറ്റ് 1,555ആണ്. 423 അഖിലേന്ത്യാ കോട്ട കഴിച്ചാൽ. അതുപോലെ തന്നെ പാലക്കാട് 100 സീറ്റിൽ 85 സീറ്റും പട്ടിക വിഭാഗത്തിലത് പ്രത്യേകം അവർക്ക് വേണ്ടിയുള്ള മെഡിക്കൽ കോളേജാണ്. അങ്ങനെ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിഫറൻറ്റ് കോട്ട അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ 1047 സീറ്റ് കാണും. ഈ സീറ്റിൽ 23% എന്ന ഈഴവർക്ക് 9% കിട്ടി, 94 സീറ്റ്.
26% വരുന്ന മുസ്ലിങ്ങൾക്ക് 8% വെച്ച് 83 സീറ്റ് കിട്ടി. ഈ സ്ഥാനത്ത് ആകെ 1047 സീറ്റാണല്ലോ ഉള്ളത്. ഇനി അതിന്റെ കണക്കിൽ അല്പസ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം ഗണിച്ചാലും ശരി, കൃത്യമായി മനസ്സിലാക്കണം, ഇതിന്റെ 30% OBC കോട്ട. 30% എന്ന് പറഞ്ഞാൽ 314 സീറ്റ്. 10% പട്ടിക വിഭാഗം കോട്ട 104. 314 104 418. 1047 നിന്ന് 418 പോയാൽ 629 സീറ്റ്. 629 സീറ്റിൽ നിന്ന് പൊതുവിഭാഗം, അതാണ് പൊതുവിഭാഗം. ആ പൊതുവിഭാഗത്തിന്റെ 10% 63 സീറ്റാണ് അർഹതപ്പെട്ടത് EWSന്, എക്കണോമിക്കലി വീക്കർ സെഷന്. പക്ഷെ കിട്ടിയത് 130 സീറ്റ്. പിന്നോക്കക്കാർക്ക് നഷ്ടപ്പെട്ടോ ഇല്ലയോ? ഇതാണ് ഞങ്ങളുടെ ആശങ്ക. വ്യക്തമായി പറഞ്ഞാൽ മെഡിക്കൽ സീറ്റിൽ ഈഴവർക്ക് 9% വെച്ച് 94 സീറ്റ് കിട്ടി. മുസ്ലിങ്ങൾക്ക് 8% വെച്ച് 84 സീറ്റ് കിട്ടി. EWSന് 12%-ത്തേക്കാൾ കൂടുതൽ വെച്ച് 130 സീറ്റ് കിട്ടി. അനീതി നടന്നിട്ടുണ്ടോ, അട്ടിമറി നടന്നിട്ടുണ്ടോ, നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അപ് ടു 10 എന്ന് പറഞ്ഞത് പൂർണ്ണമായി നൽകി. ശശിധരൻ നായർ റിപ്പോർട്ട് പേജ് 65, 11 പേജ് ആമുഖമടക്കം 98 പേജാണ് അതിലുള്ളത്. അതിൽ 65-ാം പേജിൽ പറയുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. സോ ദ റിസർവേഷൻ അപ് ടു 10% മേ ബി എക്സ്റ്റെൻഡഡ് ടു ദ എക്കണോമിക്കലി വീക്കർ സെഷൻ ഇൻ ജനറൽ കാറ്റഗറി ഇൻ ഓൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെപ്റ്റ് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലാത്തയിടത്തൊക്കെ അവർക്ക് അപ് ടു എന്നാണ് പറഞ്ഞത്. വരെ എന്ന് പറയുന്നത് ഫുൾഫിൽ ചെയ്തു കൊടുത്തു എന്നതാണ് പ്രശ്നം. മാത്രമല്ല ഇതിൽ പറഞ്ഞ ഒരു വാചകം എക്സെപ്റ്റ് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. കൊല്ലത്തെ TK മെഡിക്കൽ കോളേജ്, TK എഞ്ചിനീയറിംഗ് കോളേജിൽ പോലും ഇത് പാലിക്കപ്പെട്ടു എന്ന വാർത്ത വന്നു. പിന്നീട് തിരുത്താനും പ്രസ്താവനയൊക്കെ വന്നു, നിങ്ങൾ കണ്ടിരിക്കും. അതൊന്നും അബദ്ധങ്ങളല്ല, ബോധപൂർവ്വ പ്രവർത്തനങ്ങളായി വർഷങ്ങളായി തുറന്നു വരുന്ന സംവരണ സമുദായത്തോടുള്ള വഞ്ചനയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി മെഡിക്കൽ PG സീറ്റ്, ടോട്ടൽ സീറ്റ് 849, മെറിറ്റ് 427, ബാക്കി 422 സീറ്റിൽ 23% ഈഴവർക്ക് 3% കിട്ടിയത്. അത് നേരത്തെയുള്ള റൂൾ അങ്ങനെ തന്നെ. 23% എന്ന് പറഞ്ഞാൽ അവരുടെ സമുദായത്തിന്റെ ശതമാനമാണ്. അവർക്ക് 3% സീറ്റ് കിട്ടി 13. 26% വരുന്ന മുസ്ലിങ്ങൾക്ക് 2% കിട്ടി 9 സീറ്റ്. ലത്തീൻ കത്തോലിക്കർക്ക് ഇല്ല, 1% അവർക്കുള്ളത് കിട്ടിയില്ല. 20% മാത്രം വരുന്ന EWSന് 10% വെച്ച് 30 സീറ്റ് കൊടുത്തു. എങ്ങനെ 10% എന്നത് ന്യായീകരിക്കാൻ പറ്റും? 30 സീറ്റ് ആവില്ലല്ലോ അങ്ങനെയാണെങ്കിൽ തന്നെ. ഇതിനെന്താണ് ന്യായം? കേരളത്തിൽ മൊത്തം നായർ സമുദായം 11%, ഫോർവേഡ് ഹിന്ദുസ് 1%, അതുപോലെ മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗം 8% ചേർത്ത് 20% ആണ് മുന്നോക്കക്കാരുള്ളത്. 80% പിന്നാക്കക്കാരാണ്. 20% വരുന്ന ഈ മുന്നാക്കക്കാർക്ക് 10% സംവരണം നൽകുമ്പോൾ സംവരണീയുടേതിൽ നിന്ന് എടുക്കുന്നു. ഇതാണ് പ്രശ്നം. നമ്മുടേത് നഷ്ടപ്പെടുന്നു. ഗവൺമെന്റ് പറഞ്ഞ ആ തത്വം പാലിച്ചിട്ടില്ല. ഭരണഘടനയുടെ 16-ാം വകുപ്പ് അനുസരിച്ച് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയിൽ ഇക്വാലിറ്റി വേണം ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. ഒരു വിഭാഗത്തിന് നൽകുന്നു എന്നതല്ല പ്രശ്നം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സമത്വയെ പോലുള്ള ഒരു വലിയ മതസംഘടന ഒരിക്കലും മറ്റൊരു വിഭാഗത്തിന്, അഥവാ പ്രത്യേകിച്ച് നായർ അതുപോലെ തന്നെ നമ്പൂതിരി വിഭാഗത്തിന് നൽകുന്നതിന് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ ഒരു വിഭാഗത്തിന് നൽകുന്നതല്ല പ്രശ്നം, മറിച്ച് പ്രശ്നം സംവരണീയർക്ക് നഷ്ടം വരുത്തി നൽകുന്നു. ഒന്ന്. സെക്കൻഡ് പോയിന്റ്, സംവരണീയർക്ക് നേരത്തെ തന്നെ അർഹതപ്പെട്ടത് തരുന്നുമില്ല. വേറൊരു വിഭാഗത്തിന് നൽകുമ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് എടുത്തു നൽകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇരട്ടപ്രഹരം. നായർ സമുദായം ഉദ്യോഗത്തിൽ കേരളത്തിൽ +40.5 നേടിയിട്ടുണ്ട്. അവരുടെ സാമുദായിക ശതമാനത്തെക്കാൾ 40.5 കൂടുതൽ നേടിയിട്ടുണ്ട് എന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കണക്ക് കൃത്യമായി രേഖപ്പെടുത്തി. പഴയ കണക്കാണെങ്കിലും ഈഴവർ ജനസംഖ്യയ്ക്ക് ഏതാണ്ട് തുല്യം നേടിയെന്നവർ കണ്ടെത്തി. ക്രൈസ്തവർ +11 അവർക്കും കൂടുതൽ നേടാൻ കഴിഞ്ഞുവെന്ന് കണ്ടെത്തി. അതിലൊന്നും നമുക്കൊരു കെറുവുമില്ല. അവരുടെ കഴിവ് കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നേടട്ടെ. മുസ്ലിങ്ങൾ -130 നിൽക്കുന്നത്. ഇപ്പോഴും മൈനസാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അത്രയും പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ആവശ്യം എന്താണ്? അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ പ്രശ്നം, ഇങ്ങനെ മൈനസായി പോകാൻ കാരണം മെറിറ്റിൽ നിയമനം ലഭിക്കാൻ യോഗ്യതയുള്ള ഒരാളെ റൊട്ടേഷൻ റോസ്റ്റർ സംവിധാനം അനുസരിച്ച് സംവരണ കോട്ടയിൽ നിയമിക്കുന്നു എന്നതാണ്. ഈ സംവരണ കോട്ടയിൽ നിയമിക്കുമ്പോൾ ഇയാൾക്ക് എന്താണെങ്കിലും ശരി മെറിറ്റിൽ കിട്ടാൻ യോഗ്യതയുണ്ട്. അങ്ങനെയാണ് ഈ സംവരണം നഷ്ടപ്പെടുന്നത്. സംവരണ സമുദായങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടിയോ എന്ന് പരിശോധിക്കാൻ ഓരോ 10 വർഷം കൂടുമ്പോഴും സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സർവേ നടത്തണം. അത് ഇതുവരെ നടത്തിയിട്ടില്ല. അത് നമ്മുടെ സംസ്ഥാനത്ത് നടത്തി നഷ്ടപ്പെട്ടവർക്കുള്ള അവകാശവും കൂടി ഇതിന്റെ കൂടെ കൊടുക്കേണ്ടതല്ലേ? അതല്ലേ സാമുദായിക ബാലൻസിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ ഭരണഘടന 16(4) പറയുന്നത് നമ്മുടെ രാജ്യത്ത് സംവരണ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് നോട്ട് അഡീക്വന്റ്ലി റെപ്രസെന്റഡ് ഇൻ ദ സർവീസ് അണ്ടർ ദ സ്റ്റേറ്റിന്റെ സർവീസിൽ അവർക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ലെങ്കിൽ
അത് പരിശോധിച്ച് കണ്ടെത്തി സംവരണം റിവൈസ് ചെയ്ത് അവർക്ക് കൂടുതലായി കിട്ടുന്നത് വരെ, കൂടുതൽ എന്ന് പറയുമ്പോൾ അർഹതയിൽ കൂടുതലല്ല, അർഹതപ്പെട്ടത് കിട്ടുന്നത് വരെ സംവിധാനം ഉണ്ടാക്കണമെന്നാണ്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രൻ കമ്മീഷൻ വരുന്നത് ബാക്ക്ലോഗ് പരിശോധിക്കാൻ. PSC നിയമനം 11 കൊല്ലത്തേത് നരേന്ദ്രൻ പരിശോധിച്ചു കമ്മീഷൻ. 2001 റിപ്പോർട്ട് കൊടുത്തപ്പോൾ 18,525 തസ്തിക നഷ്ടപ്പെട്ടു. 18,525 തസ്തിക പിന്നോക്കക്കാർക്ക് സംവരണീയർക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ കാരണം റൊട്ടേഷൻ സിസ്റ്റത്തിൽ വരുത്തുന്ന പ്രക്രിയയായിരുന്നു എന്ന് കമ്മീഷൻ കണ്ടെത്തി. ഇവിടെ 7,383 പോസ്റ്റ് മുസ്ലിങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത്. ലാറ്റിൻ കത്തോലിക്കർക്ക് 4,370 സീറ്റ് നഷ്ടപ്പെട്ടു. നാടാർക്ക് 2,614 നഷ്ടപ്പെട്ടു. കൃത്യമായി കണ്ടെത്തിയ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊണ്ടുവരാൻ എന്തുകൊണ്ട് ഗവൺമെന്റ് കോടതി വിധി ഉണ്ടായിട്ടും തയ്യാറായില്ല? അപ്പോൾ അർഹതപ്പെട്ടത് നൽകുന്നില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ചോദിക്കുന്നത് അഥവാ പിന്നോക്ക സമുദായം ചോദിക്കുന്നത് അന്യന്റെ അവകാശമല്ല, നമുക്ക് അർഹതപ്പെട്ടതാണ്. ഇവിടെ സംവരണ തോതനുസരിച്ച് കിട്ടേണ്ടത് അത് ഇതുവരെ കിട്ടിയില്ല. ഒന്ന്, ഇപ്പോൾ ഈ 10% നടപ്പാക്കിയപ്പോൾ നമുക്കുള്ളതിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നു എന്നതും ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ 10% അവർക്ക് കൊടുക്കുന്നതിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അർഹതപ്പെട്ടതില്ല, ഉള്ളതിൽ നിന്ന് എടുക്കുന്നു. പട്ടിണിക്കിട്ട് ചെറിയൊരു സംവരണം എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത അവയവം കട്ടെടുക്കുന്ന പോലെയാണ് ഇപ്പോൾ. ഈ ഒരു ഗതിയാണ് ഇപ്പോൾ പിന്നോക്കക്കാർക്ക് വന്നിട്ടുള്ളത്. മറ്റൊന്ന്, EWS 10% ഒന്നിച്ചു കൊടുക്കുന്നു, അപ് ടു എന്നത് ഒഴിവാക്കിയിട്ട്. ഇതുപോലെ അവർക്ക് കൊടുക്കുന്നതിന് നമുക്ക് എതിർപ്പില്ല. മറ്റു സമുദായങ്ങൾക്കും വേണം, OBCക്ക് വേണം, എന്ന പ്രശ്നം തീർന്നു. മൊത്തം സീറ്റിൽ നിന്നും പോസ്റ്റിൽ നിന്നും 10% എന്നത് ഒഴിവാക്കിയിട്ട് ജനറൽ കോട്ടയുടെ 10% എന്ന് ഓർഡറിൽ വ്യക്തത വരുത്തണം. എങ്കിലും ഈ പ്രശ്നം അവസാനിക്കും. അതോടൊപ്പം തന്നെ ന്യായമായ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളത് വലിയ ഹൈലൈറ്റ് ചെയ്യുന്നില്ലെങ്കിലും ന്യായമായ ഒരു കാര്യം, EWS മാനദണ്ഡം നിശ്ചയിച്ചപ്പോൾ 4 ലക്ഷമാണ് സാമ്പത്തിക തോത് നിശ്ചയിച്ചത്. വാർഷിക വരുമാനം, മാസ ശമ്പളം 33,000 രൂപ വരും വരുമാനം. മാത്രമല്ല പഞ്ചായത്തിൽ 2.5 ഏക്കറും മുനിസിപ്പാലിറ്റിയിൽ 75 സെന്റും കോർപ്പറേഷനിൽ 50 സെന്റും. കോഴിക്കോട് കോർപ്പറേഷനിൽ 50 സെന്റുള്ള ഒരാൾ ദരിദ്രനാണെന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടെ പരിണതപ്രജ്ഞനായ പത്രപ്രവർത്തകരായ നിങ്ങൾ അംഗീകരിക്കുമോ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. അശാസ്ത്രീയമാണത് എന്ന് സൂചിപ്പിക്കുന്നു. അനീതി അവസാനിപ്പിക്കണം, നീതിക്കൊപ്പം നിൽക്കണം. അതോടൊപ്പം തന്നെ ദയവ് ചെയ്ത് ഇതിനെ വർഗീയമായി കാണരുത്. കാരണം മുസ്ലിം സമുദായത്തെക്കുറിച്ച് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, 1964 ഡിസംബറിൽ NSSന്റെ കനക ജൂബിലിയോടനുബന്ധിച്ചുകൊണ്ട് അവരൊരു പ്രസിദ്ധീകരണം ഇറക്കിയിട്ടുണ്ട്, അവരുടെ സോനിയർ. നിങ്ങൾക്കത് വായിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടാവും. MRG പണിക്കർ അതൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഉമേനല്ലൂർ ബാലകൃഷ്ണപിള്ളയാണ്. അതിൽ തന്നെ പറയുന്നുണ്ട് NSSനും SNDPക്കും മുസ്ലിങ്ങൾ സഹായം ചെയ്തു എന്ന്. മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി 25 ഏക്കർ വീതം ഭൂമി NSSനും SNDPക്കും കൊടുത്തു. NSSന്റെ സോനിയറിലുള്ളതാണ്. അതുപോലെ തന്നെ കൊല്ലത്ത് SN ട്രസ്റ്റിന് തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ സംഭാവന കൊടുത്തതിന്റെ കണക്ക് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത കാലത്ത് MA യൂസുഫ് അലി, പ്രമുഖനായ കേരളത്തിലെ വ്യവസായി, പത്മശ്രീ യൂസുഫ് അലി സാഹിബ് ശിവഗിരി മഠത്തിന് 5 കോടി രൂപ കൊടുത്തു. ഒരു സമുദായത്തിന്റെ ഉയർച്ചയിൽ മുസ്ലിങ്ങൾക്ക് വല്ല കെറുവും ഉണ്ടെങ്കിൽ, വല്ല വിദ്വേഷവും ഉണ്ടെങ്കിൽ ഒരിക്കലും മുസ്ലിങ്ങൾ അത് ചെയ്യില്ലല്ലോ. ഇസ്ലാം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് മറ്റൊരുത്തന്റെ ഉയർച്ചയിൽ അസൂയ കൊണ്ട് നിൽക്കാൻ പാടില്ല എന്നാണ്. അത് അമുസ്ലിം എന്നോ ഏത് ജാതി എന്നോ ആർക്ക് ഗുണമുണ്ടായാലും നമ്മൾ സന്തോഷിക്കണം. നമ്മളിവിടെ ചോദിക്കുന്നത് നമുക്ക് അർഹതപ്പെട്ടതിൽ നിന്ന് കൊടുക്കുന്നതും നമുക്ക് നേരത്തെ കിട്ടേണ്ടത് കിട്ടാത്ത ബാക്ക്ലോഗ് നികത്തി തരണം എന്നതുമാണ് പ്രധാനം. പിന്നെ സംവരണത്തിന്റെ ഒരു അടിസ്ഥാന തത്വം പരിശോധിച്ചാൽ അത് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് പാവപ്പെട്ട പ്രാന്തവൽക്കരിക്കപ്പെട്ട ആളുകളെ ആദ്യം വിദ്യാഭ്യാസം കൊടുത്ത് പിന്നെ സർക്കാർ സർവീസിൽ കൊണ്ടുവരിക എന്നതാണ്. പഠിക്കാൻ തന്നെ അവസരം നിഷേധിക്കുന്നു. മലപ്പുറത്തെ പെരിന്തൽമണ്ണ പോളിടെക്നിക്കിൽ 398 ഈഴവന് അഡ്മിഷൻ ഇല്ല, 307 മുസ്ലിമിന് അഡ്മിഷൻ ഇല്ല റാങ്ക് ലിസ്റ്റിൽ. 7,989 EWSകാരന് അഡ്മിഷൻ ഉണ്ട്. എങ്ങനെ സംഭവിച്ചു? തൃശൂർ പോളിടെക്നിക് 5,447 ഈഴവൻ പുറത്താണ്, 5,654 മുസ്ലിം പുറത്താണ്, 16,849 EWSകാരനകത്താണ്. ഈ അസാംഗത്യം തിരുത്തേണ്ടതല്ലേ? എന്തോ സംഭവിച്ചിട്ടുണ്ട്, അരുതായ്മ സംഭവിച്ചിട്ടുണ്ട്, ശരിയല്ലേ? പിന്നെ സംവരണം എന്ന് പറയുന്നതിന്റെ ഒരു തത്വം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമോ പണമോ ഉണ്ടാവുക എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടല്ല, ഒരു വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നല്ലോ ഡോക്ടർ പൽപ്പു. അയാൾ വിദേശത്ത് പോയി വിദ്യാഭ്യാസം നേടി ഇവിടെ വന്നു. പക്ഷെ അയാൾ ഇവിടെ നിയമിച്ചില്ല, കുലത്തൊഴിൽ ചെയ്തോളാൻ പറഞ്ഞു. അയാൾ മൈസൂരിൽ പോയി. ആലുമൂട്ടിൽ ചാന്നാർ വലിയ സമ്പന്നനായിരുന്നു. അയാളുടെ കാറിൽ അയാൾക്ക് മാവേലിക്കര അമ്പലപ്പാതയിൽ പോകാൻ പാടില്ല. അയാൾ സമ്പന്നനായിരുന്നു. അപ്പൊ സമ്പത്തും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് ഫലമില്ല, ജാതിയൊരു പ്രശ്നം. ആ പ്രാന്തവൽക്കരിക്കപ്പെട്ട താഴ്ന്ന ജാതിക്കാരെ അധികാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് സംവരണം എന്ന തത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അതുകൊണ്ട് ദയവ് ചെയ്ത് സംവരണത്തെ സാമ്പത്തിക സഹായ പദ്ധതിയാക്കരുത്. ഒറ്റ കാര്യം കൂടി പറയട്ടെ, ഞാൻ ചുരുക്കി പറയുകയാണ്. ഇവിടെ സർക്കാർ ജോലിയാണല്ലോ പ്രശ്നം. സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ജോലി കൊണ്ട് കഴിയുമോ? എങ്ങനെ കഴിയാനാണ്? 5 ലക്ഷം സർക്കാർ ജീവനക്കാർ, 3.5 കോടി ജനങ്ങൾ, 2% പോലും ചെയ്യുന്നില്ല. 3.5 കോടി ജനങ്ങളിൽ 5 ലക്ഷം സർക്കാർ ജീവനക്കാർ. ഈ 3.5 കോടിയിൽ ബാക്കിയുള്ള 3 കോടിയിൽ പരം ജനങ്ങൾക്ക് ആരാണ് സാമ്പത്തിക സുരക്ഷിതത്വം കൊടുക്കുക? അപ്പോൾ സർക്കാർ ജോലി എന്ന് പറയുന്നത് സമ്പത്തിന്റെ വിഷയമല്ല, അധികാര പങ്കാളിത്തമാണ്. രാജ്യത്തിന്റെ ഭരണകേന്ദ്രത്തിൽ അധികാര പങ്കാളിത്തം, ക്ഷേമ പദ്ധതികളാണ് സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടത്. സവർണർക്ക് വേണ്ടി എന്ത് സേവന പദ്ധതി കൊണ്ടുവന്നോട്ടെ, കുഴപ്പമില്ല. അവർക്ക് എന്തൊക്കെ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്തതെന്ന് ഞങ്ങൾ എതിർപ്പല്ല. 1958 EMS സർക്കാരാണ് ആദ്യമായി കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് റൂളിൽ, കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂളിൽ ആദ്യമായി സാമ്പത്തിക സംവരണം കൊണ്ടുവന്നത്. അന്ന് അദ്ദേഹം 3 കാരണങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാരണം ജാതി ചിന്ത ശാശ്വതീകരിക്കും. ശരിയല്ലല്ലോ. ജാതി ചിന്ത എങ്ങനെ ശാശ്വതീകരിക്കാൻ? ജാതി ചിന്ത ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ, അത് ഒരിക്കലും ഇവിടുന്ന് മാറിപ്പോകുന്നില്ലല്ലോ. രണ്ടാമത് പറഞ്ഞത് കൂടുതൽ സമുദായം ആവശ്യം ഉന്നയിക്കുമെന്നതാണ്. അർഹതപ്പെട്ടവരല്ലാതെ ആരാണ് ആവശ്യം ഉന്നയിച്ചിട്ട് എന്താണ് കാര്യം? മൂന്നാമത്തേത് കാര്യക്ഷമത സിവിൽ സർവീസിൽ കുറയുമെന്നാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കുന്ന സഭയിൽ പ്രധാനി അംബേദ്കറാണ്. അംബേദ്കർ പിന്നോക്കക്കാരനാണ്. കാര്യക്ഷമത കുറഞ്ഞു പോയോ? ഇതൊക്കെ ബാലിശമായ വാദങ്ങളും സംവരണത്തെ, സാമുദായിക സംവരണത്തെ തകർക്കാനുള്ള നീക്കങ്ങളുമാണ്. മാത്രമല്ല ഗവൺമെന്റിന് അല്പം സ്പീഡ് കൂടിപ്പോയിട്ടുണ്ടതിന്. എന്താ ഇത്ര നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാനോ ബാക്ക്ലോഗ് നിർത്താനോ ഗവൺമെന്റിന് വലിയ താല്പര്യം ഉണ്ടായില്ലല്ലോ. നേരെ മറിച്ച് ഈ വിഷയത്തിൽ കേന്ദ്ര നിയമം പാസ്സാക്കുന്നതിന്റെ 2 വർഷം മുമ്പ് ഇതിന്റെ ടെസ്റ്റ് ഡോസ് ഇവിടെ നടത്തി. ദേവസ്വം ബോർഡിൽ ഞങ്ങൾ ഇടപെട്ടില്ലല്ലോ. ദേവസ്വം ബോർഡിൽ നടപ്പാക്കിയപ്പോൾ ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. എന്താണ് കാരണം? ഞങ്ങളെ ബാധിക്കുന്നില്ല. നമ്മുടെ ബാധിക്കാത്ത പ്രശ്നത്തിൽ ഒരു സമുദായത്തിന് ജോലി കിട്ടുന്നത് നമ്മളിതിനെ തടുക്കാനാ? ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. നേരെ മറിച്ച് അതിപ്പോ പൊതുസമൂഹത്തിന് ബാധകമാക്കിയപ്പോൾ ഞങ്ങൾ പറയുന്നു. കേന്ദ്രം പൗരത്വ ബില്ല് കൊണ്ടുവന്നു, ഗവൺമെന്റ് ഇവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞല്ലോ. കേന്ദ്രം കാർഷിക ബില്ല് കൊണ്ടുവന്നു, ഞങ്ങൾ വേറെ മാർഗം ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. എന്താ ഈ വിഷയത്തിൽ അമിത താല്പര്യം? എത്ര പെട്ടെന്ന് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വന്നത്? 2020 ഒക്ടോബർ 21 മന്ത്രിസഭ പാസ്സാക്കി 4 ദിവസം കൊണ്ട് PSC നടപ്പാക്കി. അസാധാരണ ഗസറ്റ് ഒക്ടോബർ 23 വന്നു. അപ്പോൾ അമിത താല്പര്യം ഗവൺമെന്റ് ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവസാനമായി പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. മീഡിയകൾ, മുഖ്യധാര മീഡിയകൾ ഈ വിഷയത്തിൽ കാര്യം വളരെയധികം പ്രാധാന്യത്തോടെ എടുത്തുദ്ധരിക്കുന്നില്ല. മുഖ്യധാര രാഷ്ട്രീയക്കാരും എടുത്തുദ്ധരിക്കുന്നില്ല. എന്തേ കാരണം? പാർലമെന്റിൽ ഈ രാജ്യത്തെ 80% പിന്നോക്കക്കാരായിട്ടും എതിർക്കാൻ മുസ്ലിം ലീഗിലെ ഏതാനും മെമ്പർമാർ മാത്രമേ ഉണ്ടായുള്ളൂ. എന്തേ കാരണം? ഇവിടുത്തെ എല്ലാവരും ഭയപ്പെടുന്നത് അധികാരി വർഗത്തെയാണ്. ആ അധികാരി വർഗത്തെ ഭയപ്പെടുമ്പോൾ ആ അധികാര സ്ഥാനത്തേക്ക് പിന്നോക്കക്കാരെ എത്തിക്കുമ്പോഴേ പ്രശ്നം തീരൂ. കേരളത്തിൽ തന്നെ 80% പിന്നാക്കക്കാര്, 20% മുന്നാക്കക്കാർ. ഈ മുന്നാക്കക്കാർക്ക് വേണ്ടി ഗവൺമെന്റും മുഖ്യധാരാ പാർട്ടികളും നിലകൊള്ളുന്നത് എന്തിനാണ്? അവരുടെ കയ്യിലാണ് കൂടുതൽ ജോലിയുള്ളത്, കുഞ്ചിക സ്ഥാനങ്ങൾ അവരുടെ കയ്യിലാണുള്ളത്. അവരെ വെറുപ്പിക്കാൻ പാടില്ല എന്നത്. ആ നില ഈ രാജ്യത്ത് തുറന്നാൽ അടിച്ചമർത്തപ്പെട്ട കീഴാള വർഗം അങ്ങനെ തന്നെ കിടക്കും. അതുകൊണ്ട് നീതി പുലർത്തണമെന്നേ പറയുന്നുള്ളൂ. അർഹതപ്പെട്ടത് ആർക്കും കൊടുക്കുന്നത് നമ്മൾ ഇതിലല്ല. ഗവൺമെന്റ് നേരത്തെ തന്നെ സാമ്പത്തിക സംവരണത്തിന് അനുകൂലവും ഭരിക്കുന്ന പാർട്ടി നേരത്തെ തന്നെ സാമ്പത്തിക സംവരണം നടപ്പാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. സ്വാഭാവികമായും അവർക്കതിൽ രാഷ്ട്രീയ നീക്കം ഉണ്ടാകാം. ഞങ്ങൾ ആ ഭാഗം പരിഗണിക്കുന്നില്ല. നമുക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടണം. ഇപ്പോൾ നഷ്ടപ്പെടുന്നത് നിർത്തിവെക്കണം. ഇതേ നമുക്ക് ആഗ്രഹമുള്ളൂ. ഇലക്ഷൻ പൊളിറ്റിക്സ് സമർത്ഥക്കില്ല. ഒരു ഗവൺമെന്റ് ഏത് തീരുമാനം എപ്പോൾ എടുക്കണമെന്ന് ആ ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിലിടപെടാൻ കഴിയില്ല. പക്ഷെ നടപ്പാക്കിയ തീരുമാനത്തിലെ അസാംഗത്യമാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഈ കണക്ക് വെച്ചപ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടാണല്ലോ. പിന്നോക്ക സംഘടനകളൊക്കെ സമരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആലോചനാ യോഗം നടന്നിട്ടേ ഉള്ളൂ. നിലവിൽ ഇപ്പൊ നിങ്ങളാണ് ആദ്യം പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനി ലേഖനം എഴുതിയതൊരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സമരത്തിന് ഇറങ്ങിയാൽ എന്തൊക്കെയായിരിക്കും പറയാം? അതൊക്കെ ഈ നീതിപൂർവമായ ഒരു സമൂഹത്തിന്റെ അവകാശ പോരാട്ടത്തെ അട്ടിമറിക്കാനുള്ള പ്രത്യേകമായ ചില പ്രസ്താവനകളും നീക്കങ്ങളുമാണ്. നമ്മൾ ഇതിൽ വർഗീയത ഒരിക്കലും കാണും. ഞാൻ പറഞ്ഞല്ലോ, SNDPയെയും NSSനെയും മുസ്ലിം സമുദായം സഹായിച്ച വിവരം മാത്രമല്ല, ഇതൊരു സെൻസേഷണൽ ഇഷ്യൂ ആക്കാനല്ല ഞങ്ങൾ നിൽക്കുന്നത്. ബുദ്ധിപൂർവമായി ഈ കാര്യം ജനങ്ങൾക്ക് ബോധവൽക്കരിച്ച്
സമാധാനപരമായ ജനാധിപത്യ മാർഗത്തിലൂടെ അവകാശം നേടിയെടുക്കാനുള്ള ഒരു പോരാട്ടം മാത്രമാണിത്. തെറ്റാരും ചെയ്യുമ്പോഴും ചൂണ്ടിക്കാണിക്കാമല്ലോ, അല്ലാതെ രാഷ്ട്രീയമായി ഇതിൽ യാതൊരു നീക്കും ഇല്ല. മാത്രമല്ല ഈ വിഷയത്തിൽ ആരുമായും ബന്ധപ്പെട്ടുകൊണ്ടല്ല സമസ്ത ബന്ധപ്പെടുകയാണെങ്കിൽ പിന്നോക്ക സംഘടനകളുമായി ബന്ധപ്പെടും. സമസ്തയെ ഒരിക്കലും ജമാഅത്ത് ഇസ്ലാം ലീഡ് ചെയ്യുന്ന ഒരു സംഭവം ചിന്തിക്കാൻ പോലും കഴിയില്ലല്ലോ. സമസ്ത കേരളത്തിലെ ഒരിക്കലും അവര് ലീഡ് ചെയ്യുന്നൊരു സമരമല്ല ഇത്. സമസ്ത സ്വന്തമായി നടത്തുന്ന നീക്കമാണ്. ഇതിനോട് സാമുദായിക സംഘടനകൾ, ഇപ്പൊ SNDP പോലെ, അതുപോലെ തന്നെ ധീവരസഭ പോലെയുള്ള ആളുകൾ സഹകരിക്കുന്നുവെങ്കിൽ അത് സ്വാഗതാർഹമാണ്. ജമാഅത്ത് ഇസ്ലാമി സമസ്തക്ക് തന്നെ സ്വന്തമായി ഈ കാര്യത്തിൽ നീക്കങ്ങൾ നടത്താനുള്ള കഴിവും പ്രാപ്തിയും പിൻബലവും. ആരെയും സഹകരിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഈ കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന പിന്നോക്ക വർഗത്തിൽപ്പെട്ട ആളുകൾ ഇതിനോട് പിന്തുണക്കുന്നുവെങ്കിൽ അത് അവർക്ക് നേട്ടം. അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല, അത് സമസ്തയുടെ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളല്ല. ഇത് ഏകപക്ഷീയമായിട്ട് മുന്നോട്ടുകാർക്ക് വേണ്ടിയിട്ട് നടപ്പാക്കുന്ന, അവർക്ക് അധികാരം കേന്ദ്രീകരിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് എന്നത്. ആ ആർഗ്യുമെന്റ്സിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നത്? അത് രാഷ്ട്രീയമായി ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. അതെ, സംവരണവും ഒരു രാഷ്ട്രീയമായത് കൊണ്ടാണല്ലോ ഇത്രയും ഇത് വഷളായത്. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് വെച്ച് അർഹതപ്പെട്ട രീതിയിൽ കൊടുക്കേണ്ടവർക്ക് കൊടുത്താൽ പ്രശ്നം തീരും. ഇവിടെ ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഒരു പ്രസ്താവന അതിൽ കേന്ദ്രീകരിച്ചല്ല സമസ്ത ഈ വിഷയത്തിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. സമസ്ത ഈ വിഷയത്തിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളുടേത് മാത്രമല്ല, ഇവിടുത്തെ ഒരുപാട് പിന്നോക്ക വർഗം. ആ പിന്നോക്ക വിഭാഗം, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു തത്വം പ്രവാചകർ ഞങ്ങളെ പഠിപ്പിച്ചത്, ഇസ്ലാമിനെ പഠിപ്പിച്ചത് ലൈസ മിന്നാ മൻ ദഅഇല അസബിയ്യ എന്നാണ്. വർഗീയത, ഗോത്രീയത എന്നീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർ നമ്മളിൽപ്പെട്ടവനല്ല എന്നാണ്. വർഗീയത മനസ്സിലുണ്ടാവാൻ പാടില്ല. ആ രീതിയിലുള്ള ഒരു മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ പൊതുതത്വമാണ്. അതുകൊണ്ട് ഇവിടെ പാവപ്പെട്ട വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അർഹതപ്പെട്ട് നഷ്ടപ്പെടുകയാണ്. പാവപ്പെട്ടവരെന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പിന്നോക്ക വിഭാഗം. ഇത് സമ്പത്തുമായി കൂട്ടിക്കുഴക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ രാഷ്ട്രീയപരമായി ഇതിൽ പലരും പല പ്രസ്താവനകളും നടത്തും. അതിനൊന്നും സമസ്ത മറുപടി പറയേണ്ട കാര്യമില്ല. മാത്രമല്ല, ഇനി സമസ്ത അങ്ങനെ മറുപടി പറയണമെങ്കിൽ പറയേണ്ടത് ഞങ്ങളല്ല, ഞങ്ങളുടെ മുതിർന്ന മുഷാവറയിലെ പ്രധാനപ്പെട്ട നേതാക്കളും ഇതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെയാണ്. ഞങ്ങളോട് അല്ല അത് ചോദിക്കേണ്ടത്. ഇപ്പൊ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരം സമസ്ത സ്വന്തം നിലയിൽ നടത്തുന്നതല്ലേ? തീർച്ചയായിട്ടും. ഈ മുസ്ലിം കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മുസ്ലിം സംഘടനകളുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അതിലൊരു ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ സമസ്ത അതിൻ്റെ അകത്ത് ഒരു പാട്ടാണ്. അപ്പം രണ്ട് തരത്തിലുള്ള മുസ്ലിം സംഘടനകളുടെ കൂട്ടായ്മയിൽ നടക്കുന്ന സമരത്തിൽ സമസ്ത പങ്കെടുക്കുക, ഒപ്പം മറ്റു തരത്തിൽ സമസ്ത സ്വന്തം നിലയിലും സമരത്തിന് പോവുക എന്ന് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമില്ലേ? ആ കൂട്ടായ്മയുടെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, അതിശക്തമായ നീക്കം നടത്തി ഇത് നേടിയെടുക്കുന്ന തരത്തിലേക്ക് ആ കൂട്ടായ്മ ഉയരുന്നുവെങ്കിൽ തീർച്ചയായും അതിനോട് സമസ്ത സഹകരിക്കുമെന്ന് സമസ്തയുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയല്ല, നമ്മൾ ചെയ്യേണ്ട കടമ ചെയ്യേണ്ട സമയത്ത് നിർവഹിച്ചേ പറ്റൂ. ആ കടമ നിർവഹിച്ചില്ലെങ്കിൽ അത് സമുദായത്തോട് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ തെറ്റായിരിക്കും എന്നതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഉടനെ തന്നെ ജനബോധവൽക്കരണത്തിന് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾക്കൊരു കൃത്യമായതിൻ്റെ കൺവീനറും ചെയർമാനും ഉണ്ട്. ഞങ്ങളുടെ സമര പരിപാടികൾ അവർ വിശദീകരിക്കും. സമരം എന്ന് പറയുമ്പോൾ സമസ്തയുടെ സമരം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതോ മറ്റുള്ളവർക്ക് വേവലാതി ഉണ്ടാക്കുന്നതോ നിയമം ലംഘിക്കുന്നതോ ആയ സമരമല്ല. ആ പദം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആ സമരം എന്ന് പറഞ്ഞുകൂടാ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊരു നീക്കം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് വിഷയം ജനകീയവൽക്കരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമം, അല്ല നിയമം ലംഘിക്കലോ പ്രത്യക്ഷമായി സമൂഹത്തിന് ദുരിതമുണ്ടാക്കലോ സമസ്തയുടെ നയമല്ല. നമ്മുടെ സമരത്തിന്റെ രീതി എന്ന് പറഞ്ഞു ഒരു പൊതു കൂട്ടായ്മ ഉദാഹരണമായി ഇവിടെ ശരീഅത്ത് പ്രശ്നം വന്നു, ഒരു പൊതു കൂട്ടായ്മ ഉണ്ടായി. ആ പൊതു കൂട്ടായ്മയിൽ മൊത്തത്തിലുള്ള വിഷയത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു. ഈ പൊതുവായ വിഷയം നോക്കിയിട്ടാണ് സഹകരണം. കേരളത്തിൽ അങ്ങനെയുള്ള ഒരുപാട് സഹകരണം ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മുടെ മതമില്ലാത്ത ജീവൻ വന്നപ്പോൾ, +2 അതിന്റെ അസന്തുലിതം വന്നപ്പോൾ, ശരീഅത്ത് പ്രശ്നം വന്നപ്പോൾ, അതിനെന്താണ് അപാകത? പൗരത്വ ബില്ലിൽ എല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ. ഈ സാമ്പത്തിക സംവരണം എന്നുള്ളത് ആശയത്തെ സമസ്ത അംഗീകരിച്ചു കഴിഞ്ഞോ? അതായത് ഇപ്പോൾ ഉള്ളത് നടപ്പിലാക്കും, അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ അങ്ങനെയല്ല, അങ്ങ് തെറ്റിദ്ധരി ട്വിസ്റ്റ് ചെയ്യരുത്. സാമ്പത്തിക സംവരണം എന്ന 103-ാം ഭരണഘടനാ ഭേദഗതി നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വത്തിനെതിരാണ്. കാരണം സോഷ്യലി
അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ. ഇത് പൂർണ്ണമായി പിൻവലിക്കണം. അതിനകത്ത് 1-2 മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സ്വീകാര്യമല്ല. അല്ലല്ല, ഇപ്പോൾ ഇത് പറയാൻ കാരണം ഇപ്പൊ തന്നെ നഷ്ടപ്പെട്ടു 2 കാര്യം. മെഡിക്കൽ PG, അതുപോലെ തന്നെ നമ്മുടെ +2, ഇതൊക്കെ നഷ്ടപ്പെട്ടു. ഹയർ സെക്കൻഡറി അത് തിരിച്ചു കിട്ടണ്ടേ? അതോടൊപ്പം തന്നെ കോടതിയിലിരിക്കുന്ന കാര്യമാണ് 103. മദ്രാസ് ഹൈക്കോടതിയിൽ കേസുണ്ട്, സുപ്രീം കോടതിയിൽ കേസുണ്ട്. അത് കോടതി വിധി വരാതെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഭരണഘടനയ്ക്ക് എതിരായത് കൊണ്ടാണല്ലോ കോടതിയിൽ ആളുകൾ പോയത്, പൗരന്മാർ പോയത്. അത് കോടതി പറയേണ്ട കാര്യമാണ്. ഇതിപ്പം വായിച്ചാൽ തോന്നുന്നത് ഇപ്പം നടപ്പിലാക്കി അത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അത് നമ്മൾ അല്ല, അത് കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന വിഷയമാണെന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക സംവരണം എന്ന സാധനം ഭരണഘടനയ്ക്കെതിരായതുകൊണ്ട് അടിസ്ഥാനപരമായി സാമ്പത്തിക സംവരണം ഭരണഘടനയ്ക്കെതിരാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന് നിയമം കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ചോദ്യം ചെയ്യും, കോടതിയിൽ പോയി. ഇതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇപ്പോഴേ ലീഗ് നടത്തുന്ന ഒരു സമരത്തിലാണല്ലോ സമസ്തയടക്കം കൂട്ടിയത്. ലീഗ് ഉള്ള സമയത്താണ് 2005 നരേന്ദ്ര കമ്മീഷൻ പാക്കേജ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് അതുമായി യാതൊരു ബന്ധവുമില്ലാതെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയത്. ഇങ്ങനെ ലീഗ് ഭരണത്തിലുള്ളപ്പോഴൊക്കെ വഞ്ചന നടത്തിയിട്ടുള്ള ലീഗിന്റെ പുറകെ സമസ്ത പോലെ വളരെ ആദർശാത്മകതയും പ്രതിബദ്ധതയുള്ള ഒരു സംഘടന പോകുന്നത് ശരിയാണ്. അതും ജമാഅത്തെ ഇസ്ലാമിയെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ലീഗിന്റെ നീക്കത്തിൽ 10% സംവരണം ആർക്ക് നൽകണ്ട എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ നമ്മളിവിടെ പറഞ്ഞ നയം നമ്മുടേതിൽ നിന്ന് എടുത്തു കൊടുക്കരുത്, സംവരണീയർക്ക് നഷ്ടപ്പെടരുത്. നേരത്തെ കൊടുത്തപ്പോൾ ബാക്ക്ലോഗ് നികത്താൻ ആവശ്യപ്പെട്ടു, പക്ഷേ ഗവൺമെന്റ് ബാക്ക്ലോഗ് നികത്തിയില്ല. ഗവൺമെന്റുകളുടെ കയ്യിൽ വരുന്ന അപാകതക്ക് ജനശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നല്ലാതെ സമസ്തക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യണം. അതുകൊണ്ടാണ് സമസ്ത വേഗത്തിൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതെ, സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മൾ സമസ്ത എന്ന നിലയിൽ ഒറ്റയ്ക്ക് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നത് മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ ഈ വിഷയത്തെ ആരൊക്കെ നമുക്കൊപ്പം കൂടാൻ പറ്റുമോ അത്രയും ആളുകളെ ഒരുമിച്ച് പോകുന്നത് തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് മാത്രമല്ല, ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ദിനകരനാണ്, തീവ്രസഭയുടെ ദിനകരന്റെ അധ്യക്ഷതയിലാണ് പിന്നോക്കക്കാർ യോഗം ചേർന്നത്. അവരൊരു വലിയ കൂട്ടായ്മയായിട്ട് വരികയാണെങ്കിൽ ബഹുജനങ്ങൾ എന്ന രീതിയിൽ നമ്മളൊക്കെ സഹകരിക്കും. അത് നിങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്തപ്പം നിങ്ങളുടെ ഈ ആവശ്യം പറഞ്ഞിട്ടില്ലേ? നമുക്ക് ഒരുമിച്ച് തന്നെ പോകാം, പെട്ടെന്ന് തന്നെ ഇത് സ്പീഡിൽ ചെയ്യണം എന്നത് പറഞ്ഞിട്ടില്ലേ? ആ വിശാലമായ ചർച്ചകൾ നടന്നിട്ടില്ല. അവർ ഇതേക്കുറിച്ച് പ്രാഥമികമായ നീക്കുപോക്കുകൾ നടത്തുകയും എറണാകുളത്ത് യോഗം വിളിക്കുകയും ചെയ്തു. അതിന്റെ തുടർ നടപടികൾ എന്താണ് എന്ന് അവർ സമസ്തയെ അറിയിച്ചിട്ടില്ല. അറിയിച്ചാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. വൈകുന്നതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പോകുന്നത്. വൈകുന്നല്ല, നമ്മുടെ ബാധ്യത നിർവഹിക്കുക. പെട്ടെന്ന് ചെയ്തെങ്കിലല്ലേ. ഹയർ സെക്കൻഡറി ഇനിയും പുതിയ അഡ്മിഷൻ പല കോഴ്സുകൾക്കും വരും. അതിലൊക്കെ ഇത് തുറന്നാൽ അപകടം വരും. അല്ല, നേരിട്ട് ചോദിച്ചാല് ലീഗ് നടത്തിയ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ട്, അവർ തുടർ പ്രവർത്തനങ്ങൾ വൈകുന്നു, സമസ്തയ്ക്ക് കാത്തിരിക്കാൻ സമയമില്ല, പെട്ടെന്ന് പോകുന്നു. അതല്ല അതിന്റെ ഒരു മലയാളം. ഭാവനകളിലേക്ക് പോകാൻ ഒരിക്കലും നിങ്ങൾ തയ്യാറാവരുത്. കാര്യം ഇതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ. ഈ ഇഷ്യൂയിൽ നിന്ന് വഴിതെറ്റിച്ചുകൊണ്ട് ലീഗും സമസ്തയും തമ്മിലുള്ള വിഷയം ഇതിലേക്ക് വലിച്ചിട്ട്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള പ്രശ്നം വലിച്ചിട്ട് അടിസ്ഥാനപരമായ വിഷയത്തിന് വ്യതിചലിപ്പിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ആവശ്യത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനമാണ്. ആ സമീപനത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ശരി, ഞങ്ങൾ ഈ ആവശ്യത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്, മറ്റുള്ള കാര്യത്തിലല്ല. ആ ചോദ്യം ഇനി ആവർത്തിക്കേണ്ടതില്ല. അവരുടെ സമ്മേളനം ആ യോഗത്തിൽ സമസ്ത പങ്കെടുക്കാതെ ഇത്തരമൊരു പരിപാടി വെക്കുന്നതിൽ നമുക്ക് മനസ്സിലാവും. ആ യോഗത്തിൽ പങ്കെടുക്കുന്നു, ഒപ്പം ഇപ്പുറത്തെ വേറൊരു പരിപാടിയായിട്ട് നിങ്ങൾ പോകുന്നു. സാധാരണഗതിയിൽ ഓരോ സംഘടനക്കും അതിൻ്റെതായ നയപരിപാടികളും പ്രവർത്തനങ്ങളും ഉണ്ടാകും. അതോടൊപ്പം സമാന മനസ്കരായ ആളുകൾ സംഘടിപ്പിക്കുന്നതുകൊണ്ട് സഹകരിക്കുകയും ചെയ്യും. ഇത് സാധാരണ നടക്കുന്ന പ്രവർത്തനമാണ്. ഉദാഹരണം, ഇപ്പോൾ ഞങ്ങൾ കേരളത്തിൽ മീലാദ് ക്യാമ്പയിൻ ആചരിക്കുന്നുണ്ട്. ആ മീലാദ് ക്യാമ്പയിനിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പദ്ധതിയുണ്ട്. അതേ സമയത്ത് ഇതേ ആശയത്തിൽ ഒരു മീലാദ് സമ്മേളനം ആരെങ്കിലും പ്രവാചകന്റെ മദ്ഹ് പറയുന്ന ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾ അതിൽ പങ്കെടുക്കും, ആദർശപരമായി അനുയോജ്യരാണെങ്കിൽ. ഈ സംവരണത്തിലെ ഈ നഷ്ടപ്പെട്ട തസ്തികകൾ വീണ്ടെടുത്തു തരാനും നിലവിലുള്ള ഈ കവർച്ച അവസാനിപ്പിക്കാനും കൂട്ടുനിൽക്കുന്നവരെ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ. അല്ലാത്തവരോട് പ്രതിഷേധം അറിയിക്കും. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യം, നിലനിൽക്കുന്ന സംവരണം അനുഭവിക്കുന്ന ആരുടെയും ഒരു സീറ്റ് പോലും നഷ്ടമാകില്ല, ഒരു അവസരം പോലും നഷ്ടമാകില്ല. അക്കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതേസമയം ഇപ്പോൾ ഏറ്റവും ഡോക്ടർ പൽപൂരിന്റെ കാലമൊന്നുമല്ല, 19ാം നൂറ്റാണ്ടിലെത്തി കഴിഞ്ഞു. അതേസമയം തീർത്തും അവസരം അനുഭവിക്കുന്ന മുന്നാക്ക വിഭാഗക്കാരിൽപ്പെട്ട ഏറ്റവും അർഹിക്കുന്നവർക്ക് കൂടി അവസരം നൽകണം എന്ന് പറയുമ്പോൾ അതിലെന്താണ് സമസ്ത അസ്വസ്ഥമാവുന്നത്? നൂറ്റാണ്ടുകളുടെ കാര്യം താങ്കൾ പറഞ്ഞപ്പോൾ താങ്കൾ ഒരു പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ താങ്കളോട് ചോദിക്കട്ടെ. 10 വർഷത്തിന് മുമ്പ്, 10 വർഷത്തിനകത്താണല്ലോ കേരളത്തിലെ രജിസ്ട്രേഷൻ IG രാമകൃഷ്ണൻ റിട്ടയർ ചെയ്തത്.
രാമകൃഷ്ണൻ റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കസേരയും അദ്ദേഹത്തിന്റെ കാറും ചാണകം അടിച്ച് തെളിച്ച് താങ്കൾ അറിഞ്ഞിട്ടില്ലേ? നൂറ്റാണ്ടിന്റെ മാറ്റം കൊണ്ട് രാമകൃഷ്ണൻ എന്തേ അസ്പൃശ്യത അവസാനിച്ചോ? താങ്കൾ അതിന് മറുപടി പറയണം. മുഖ്യമന്ത്രിയെ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ വിശ്വസിക്കുന്നില്ല എന്നല്ല പറയുന്നത്. ഈ കണക്ക് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? മെഡിക്കൽ PGയിലും മെഡിക്കൽ എൻട്രൻസിലും മെഡിക്കൽ സീറ്റിലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സീറ്റിലും പിന്നോക്ക വിഭാഗത്തിന് നഷ്ടപ്പെട്ടതും അവർക്ക് അപ് ടു 10 എന്ന് പറയുന്നതിൽ കൂടുതൽ കിട്ടിയതും വ്യക്തമായ കണക്ക് ഞാൻ താങ്കളുടെ മുമ്പിൽ വെച്ചു. വളരെ വിനയത്തോടെ താങ്കളോട് പറയട്ടെ, ഈ കണക്ക് പറയുന്നില്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന്? മുഖ്യമന്ത്രി എപ്പോഴാണ് കാണുന്നത്? അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ സമയം